എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. എൻ്റെ പേര് പാസ്റ്റർ റെൻസൻ ജോസ്. ഞാൻ പത്തനംതിട്ടയിൽ പുത്തൻപീടിക എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ ആയിരിക്കുകയാണ്. ഞാൻ ഈ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയാനിടയായ സാഹചര്യം എന്താണെന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പത്തനംതിട്ടയിൽ പുത്തൻപീടിക എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പരമ്പരാഗത ഓർത്തഡോക്സ് കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. പുറത്തൂട്ടെന്നാണ് എൻ്റെ വീട്ടുപേര്. അറിയപ്പെടുന്ന ഒരു പാരമ്പര്യ കുടുംബത്തിൽ ജനിച്ചു വളർന്ന എൻ്റെ ഓർമ്മയുള്ള ബാല്യകാലം വളരെ വേദനകളുടെയും സങ്കടങ്ങളുടെയും ഒക്കെ ദിവസങ്ങളായിരുന്നു. പറഞ്ഞു കേട്ട അറിവനുസരിച്ച് ഏകദേശം 1.5 വയസ്സ് എനിക്ക് പ്രായമുള്ള സമയത്ത് വീട്ടിൽ അസമാധാന നിമിത്തമായിട്ട് എനിക്ക് ജന്മം നൽകിയ എൻ്റെ അമ്മ എൻ്റെ വീട് വിട്ട് ഇറങ്ങിപ്പോകേണ്ടതായിട്ട് വന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, എൻ്റെ പിതാവിൻ്റെ കടുത്ത മദ്യപാന നിമിത്തം വീട്ടിൽ തുടരുവാൻ കഴിയാതെ വീട് വിട്ട് എൻ്റെ അമ്മ വീട്ടിൽ നിന്നിറങ്ങിപ്പോയി. അതുകൊണ്ട് തന്നെ എന്നെ വളർത്തി വലുതാക്കിയത് എൻ്റെ വല്യപ്പച്ചനാണ്. എൻ്റെ വല്യപ്പച്ചനും എൻ്റെ വല്യമ്മച്ചിയുമാണ്. എൻ്റെ പിതാവ് മദ്യപിക്കുവാനായിട്ട് ഷാപ്പുകളിലേക്കൊക്കെ പോകുമ്പോൾ വളരെ ചെറുപ്പകാലത്തിൽ എനിക്ക് ഓർമ്മയുള്ള സമയത്ത് തന്നെ എന്നെയും കൊണ്ട് പോയി മദ്യപിക്കുവാനായിട്ട് പോകുമായിരുന്നു. അതൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അങ്ങനെ മദ്യഷാപ്പുകളുടെ സമീപത്തും മദ്യഷാപ്പുകൾക്കുള്ളിലുമൊക്കെ എന്നെ കൊണ്ടുപോയി നിർത്തി എൻ്റെ അപ്പൻ മദ്യപിച്ച് തെറി വിളിച്ച് തിരിച്ചു വീട്ടിലേക്ക് വരുന്നത് പലപ്പോഴും ദുഃഖത്തോടെ വേദനയോടെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ബാല്യകാലങ്ങളിൽ സമാധാനവും സ്വസ്ഥതയും ജീവിതത്തിൽ ഇല്ലാത്തതുകൊണ്ട് പലതവണ ആത്മഹത്യയ്ക്ക് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ പിതാവ് ജീവിതം അവസാനിപ്പിക്കുവാൻ പല വേളകളിൽ ശ്രമിച്ചിട്ടുണ്ട്. ഒരു ഓർത്തഡോക്സ് കുടുംബമായതുകൊണ്ടും പാരമ്പര്യ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരാധനാ രീതികളിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നതുകൊണ്ട് ദൈവവുമായിട്ടുള്ള ഒരു വ്യക്തിപരമായ ബന്ധമോ കൂട്ടായ്മയോ പ്രാർത്ഥനയുടെ ആ വലിപ്പമോ യേശു ക്രിസ്തു രക്ഷിക്കുന്ന ദൈവമാണ്, സഹായിക്കുന്ന ദൈവമാണ് എന്നുള്ള തരത്തിലുള്ള ഒരു വിശ്വാസമോ ഞങ്ങൾക്കില്ലായിരുന്നു. ഒരു തരത്തിലും സുവിശേഷകരെയും പാസ്റ്റർമാരെയും ഞങ്ങളുടെ വീടുകളിൽ കയറുവാൻ ഞങ്ങൾ അനുവദിച്ചിരുന്നില്ല. കാരണം അവർ വീടുകളിലേക്ക് വന്നാൽ അവർ മതം മാറ്റം നടത്തി അവരെ പള്ളികളിൽ നിന്ന് പെന്തക്കോസ്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ള ഒരു തെറ്റായ ധാരണ ആ സമയങ്ങളിൽ ഉള്ളതുകൊണ്ടാണ് അവരെ ആരെയും വീട്ടിൽ കയറ്റാതിരുന്നത്. അങ്ങനെ ഒരുപാട് പുണ്യസ്ഥലങ്ങളിൽ ഞങ്ങൾ സമാധാനത്തിന് വേണ്ടി പോയി. ക്രൈസ്തവ പാരമ്പര്യ പ്രശസ്തമായ അനേക പുണ്യസ്ഥലങ്ങൾ ഞങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഞങ്ങളെക്കൊണ്ട് പറ്റുന്നതുപോലെ കർമ്മങ്ങളും അതുപോലെ തന്നെ അവിടെയൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുവെങ്കിലും അനുദിനവും ഞങ്ങളുടെ വീടിൻ്റെ അവസ്ഥ വളരെ മോശമായി വഷളായിക്കൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ വിദ്യാഭ്യാസത്തെ അത് ബാധിച്ചു. പഠനത്തിൽ ഞാൻ പുറകോട്ട് പോയി. ഉറങ്ങുവാൻ കഴിയാത്ത രാത്രികൾ എൻ്റെ ബാല്യകാലങ്ങളിലുണ്ട്. കാരണം എനിക്ക് ജന്മം തന്ന എൻ്റെ അമ്മ എൻ്റെ അടുത്തില്ല. അപ്പൻ പലപ്പോഴും മദ്യപിച്ച് ലക്കുകെട്ട് വീട്ടിലേക്ക് വരുന്നു. ചുറ്റുപാടും സ്നേഹിക്കാനും സഹായിക്കാനും സഹകരിക്കാനും ആരുമില്ലാത്ത അവസ്ഥയിൽ ഞങ്ങളുടെ ജീവിതം മുൻപോട്ട് പോയി. ഹൈന്ദവ പുണ്യസ്ഥലങ്ങൾ ഞങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. ചില ഹൈന്ദവ സുഹൃത്തുക്കൾ ഞങ്ങളോട് പറഞ്ഞു, ഹൈന്ദവ പുണ്യസ്ഥലങ്ങൾ നിങ്ങൾ സന്ദർശിച്ച് ചില വഴിപാടുകൾ നിങ്ങൾ അർപ്പിച്ചാൽ നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും എന്നുള്ള അവരുടെ നിർദ്ദേശങ്ങളനുസരിച്ച് ഞങ്ങൾ അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ സന്ദർശിച്ചിട്ടുണ്ട്. എന്നാൽ അതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തിയില്ല. മുസ്ലിം കർമ്മങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ തീർക്കുവാനായിട്ടുള്ള ദോഷങ്ങൾ ശമിപ്പിക്കുവാനായിട്ടുള്ള ക്രിയകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതും ഞങ്ങളുടെ ജീവിതത്തിൽ കാര്യമായ മാറ്റങ്ങളൊന്നും തന്നെ വരുത്തിയില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ തകർന്ന് സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാത്ത മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ പ്രാർത്ഥനയെക്കുറിച്ച് തിരിച്ചറിയുന്നത്, പ്രാർത്ഥനയുടെ മാഹാത്മ്യം തിരിച്ചറിയുന്നത്. രക്ഷിക്കുന്നൊരു യേശുവുണ്ട്. നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരകനായി
യേശു ക്രിസ്തു നിങ്ങളെ രക്ഷിക്കും എന്ന് ചിലർ ഞങ്ങളോട് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യം അതിനെ എതിർത്തെങ്കിലും മറ്റൊരു ഗതിയുമില്ലാതെ ഞങ്ങൾ ആ പ്രാർത്ഥനയിൽ സംബന്ധിച്ചു. അങ്ങനെ ആദ്യമായി കരിസ്മാറ്റിക് കൂട്ടായ്മകളിലാണ് ഞങ്ങൾ പോകുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ്. 5ാം ക്ലാസ്സിൽ പത്തനംതിട്ട കാതോലിക്കറ്റ് സ്കൂളിൽ പഠിക്കുന്ന സമയത്താണിത് സംഭവിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കരിസ്മാറ്റിക് പ്രാർത്ഥനയിലേക്ക് പോവുകയും ധ്യാനങ്ങളിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെയാണ് ഞാൻ ആദ്യമായി യേശുവിനെക്കുറിച്ച് കേൾക്കുന്നത്. യേശു ക്രിസ്തു ജീവിക്കുന്നുവെന്നും യേശു സംസാരിക്കുന്ന ദൈവമാണെന്നും യേശു നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം തരുന്ന ദൈവമാണെന്നും കേട്ടപ്പോൾ വലിയ ആഴമായ വിശ്വാസമൊന്നും ഇല്ല എങ്കിലും, യേശുവേ, അവിടുന്ന് ജീവിക്കുന്ന ദൈവമാണെങ്കിൽ എന്നോട് സംസാരിക്കണം. എൻ്റെ കുടുംബത്തിൻ്റെ തകർച്ചകൾ നീ അറിയുന്നല്ലോ. എന്നെ സ്നേഹിക്കാൻ ആരുമില്ല. എൻ്റെ അമ്മ എൻ്റെ സമീപത്തില്ല. എൻ്റെ പിതാവിനെ എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എൻ്റെ ജീവിതം മുന്നോട്ട് എങ്ങനായിത്തീരുമെന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെയുള്ള വളരെ ആഴമായ വേദനയിൽ പലപ്പോഴും ജീവിതം അവസാനിപ്പിക്കുവാനായിട്ട് ശ്രമിച്ച ഞാൻ ആ രാത്രിയിൽ, യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് അറിഞ്ഞ രാത്രിയിൽ, യേശു സംസാരിക്കുന്ന ദൈവമാണ്, യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിന് മാറ്റം വരുത്തുവാൻ കഴിയും എന്ന് മനസ്സിലാക്കിയ ഞാൻ ആ രാത്രിയിൽ കുറച്ചധികം സമയങ്ങൾ ബൈബിൾ വായിക്കുകയും എനിക്കറിയാവുന്നതുപോലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ രാത്രിയിൽ കിടന്നുറങ്ങി. ആ പുലർച്ചെ എനിക്ക് ദർശനമാണെന്നോ സ്വപ്നമാണെന്നോ ഒന്നും അറിയത്തില്ല. ഞാനൊരു കാഴ്ച കണ്ടു. കണ്ട കാഴ്ചയെന്ന് പറയുന്നത് എൻ്റെ പിതാവിൻ്റെ കൈ മുറിഞ്ഞിരിക്കുന്നു. ആ കൈവിരലുകളിലൂടെ രക്തത്തുള്ളികൾ താഴേക്ക് പതിക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത്. അങ്ങനെ ആ കാഴ്ച കണ്ട ഞാൻ രാവിലെ എഴുന്നേറ്റു, വീട്ടിലത് പറഞ്ഞു. പിറ്റേ ദിവസം പകൽ, ഈ കണ്ടതിൻ്റെ അന്ന് പകൽ, ഒരു വലിയ ആപത്ത് പപ്പായ്ക്ക് സംഭവിക്കുകയും പപ്പായുടെ വിരലുകൾ മുറിയുകയും കണ്ടതുപോലെ സംഭവിക്കുകയും ചെയ്തപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ കണ്ട കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നു. അങ്ങനെ അതിനുശേഷമുള്ള ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള ദൈവികമായ ഇടപെടലുകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. ഞങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കുവാൻ പോകുന്ന പല കാര്യങ്ങളും ദൈവം എനിക്ക് ദർശനത്തിലൂടെ വെളിപ്പെടുത്തി. അത് ദർശനമാണ് സ്വപ്നമാണെന്നൊന്നും തിരിച്ചറിയുവാൻ എനിക്ക് അക്കാലത്ത് കഴിയത്തില്ലായിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ മനസ്സിലാക്കി, ദൈവം ജീവിക്കുന്ന ദൈവമായതുകൊണ്ട് തൻ്റെ ഭക്തന്മാരോട്, തന്നെ സ്നേഹിക്കുന്നവരോട് ദർശനങ്ങളിലൂടെയും സ്വപ്നങ്ങളിലൂടെയും ഇടപെടുന്ന ഒരു ദൈവമാണ് എന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഞാൻ ദൈവവുമായിട്ട് വളരെ ഹൃദ്യമായൊരു ബന്ധത്തിലേക്ക്, ഊഷ്മളമായൊരു ബന്ധത്തിലേക്ക് വരികയും വിശുദ്ധ വേദപുസ്തകം പഠിക്കുവാനായിട്ട് ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ എൻ്റെ മനസ്സിൻ്റെ അകത്തെ നിരാശകളും ബാല്യകാലങ്ങളിലുണ്ടായ മുറിവുകളുമെല്ലാം പൂർണ്ണമായും മാറ്റപ്പെട്ട് ഞാനൊരു സുവിശേഷകനായി തീരുവാൻ, ഒരു ക്രിസ്തു ശുശ്രൂഷകനായി തീരുവാൻ ദൈവസന്നിധിയിൽ തീരുമാനമെടുത്തതിൻ്റെ കാരണം മറ്റൊന്നുമല്ല. ഞാൻ പഠനത്തിൽ വളരെ ഉന്നത നിലവാരം പുലർത്തിയ ഒരാളാണ്. ഞാൻ പത്തനംതിട്ട കാതോലിക്കറ്റ് കോളേജിൽ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എനിക്ക് 90% മാർക്ക് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ പഠനത്തിൽ ഉന്നത നിലവാരം പുലർത്തിയ ഞാൻ ഒരു സുവിശേഷകനാകാൻ തീരുമാനമെടുത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്, മദ്യപാനം തകർത്തെറിഞ്ഞ എൻ്റെ കുടുംബത്തെ യേശു രക്ഷിച്ചപ്പോൾ ഈ യേശുവിന് ഈ സമൂഹത്തിലെ അനേക തകർന്ന കുടുംബങ്ങളെ എന്നിലൂടെ രക്ഷിക്കുവാൻ കഴിയും. അതുകൊണ്ട് എൻ്റെ ജീവിതം ഞാൻ ആ യേശുവിനായി നൽകുകയാണ്, സുവിശേഷത്തിനായി സമർപ്പിക്കുകയാണ് എന്നുള്ള ആ ഒരു വലിയ ആത്മഭാരവും നിയോഗവും എൻ്റെ ഉള്ളിൽ വന്നപ്പോഴാണ് ഞാൻ സകലതും വിട്ടെറിഞ്ഞ് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എൻ്റെ മാതാവായിരുന്ന സ്ഥലത്ത് ഒരു വലിയ ദൈവിക ഇടപെടൽ മമ്മിയോടുണ്ടായി. എൻ്റെ മാതാവ് തിരിച്ചു വന്നു. അങ്ങനെ ഞങ്ങൾ പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് ഞങ്ങൾ മാറി. അതിനുശേഷം ആണ് എനിക്ക് ഒരു ഇളയ സഹോദരൻ ഞങ്ങളുടെ കുടുംബത്തിൽ പിറക്കുന്നത്. ഞങ്ങൾ തമ്മിൽ 7-8 വർഷത്തിൻ്റെ വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ടാകുന്നതിൻ്റെ കാരണം തന്നെ ഈ പ്രശ്നങ്ങളാണ്. അങ്ങനെ തകർന്നു പോയ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് യേശുക്രിസ്തു സമാധാനവും സന്തോഷവും നൽകി തരുവാനായിട്ടിടയായി തീർന്നു. അങ്ങനെ ഞാൻ ഡിഗ്രി പഠനത്തിന് ശേഷം മണക്കാലയിലുള്ള ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയിൽ വേദപഠനത്തിനായിട്ട് പോവുകയും 4 വർഷം ബൈബിൾ കോളേജിൽ പഠിച്ച് പുത്തൻപീടിക എന്ന് പറയുന്ന സ്ഥലത്ത് ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ചർച്ച് എന്ന് പറയുന്ന സഭയുടെ ശുശ്രൂഷകനായി കഴിഞ്ഞ 14 വർഷത്തിലധികമായി ഞാൻ എൻ്റെ സ്വന്തം ദേശത്ത്
കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നും ഇന്നും ദൈവം ജീവിക്കുന്ന ദൈവമാണെന്ന് എൻ്റെ അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കുവാനായിട്ട് എനിക്ക് കഴിഞ്ഞു. എൻ്റേത് കേവലം വിശ്വാസം മാത്രമല്ല, കാരണം ഞാൻ അനുഭവങ്ങളിൽ ഞാൻ കണ്ട ഒരു ക്രിസ്തുവുണ്ട്. ഞങ്ങളുടെ സഭയിൽ ആത്മീയ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന സഭാജനങ്ങൾക്കൊക്കെ അറിയാം, ദൈവം സംസാരിക്കുന്ന ദൈവമാണ്, ദൈവം ഇടപെടുന്ന ദൈവമാണ്, ദൈവം നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരകനാണ്. അങ്ങനെ തകർന്നടിഞ്ഞ ഞങ്ങളുടെ കുടുംബത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം ദൈവം തിരിച്ചു തന്നു. എൻ്റെ പിതാവിൻ്റെ മദ്യപാനം പൂർണ്ണമായി മാറി. എൻ്റെ മാതാവ് തിരിച്ച് വീട്ടിലേക്ക് വന്നു. വളരെ സന്തോഷത്തോടെയുള്ളൊരു ജീവിതം നയിപ്പാൻ ഞങ്ങൾക്കിടയാകുന്നു. എനിക്ക് 2 കുഞ്ഞുങ്ങളെ ദൈവം ദാനമായിട്ട് തന്നു. 10 വയസ്സുള്ള മകനും 5 വയസ്സുള്ള മകളും ഉണ്ട്. എൻ്റെ ഭാര്യയും ഒരു സുവിശേഷകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് ഒരുപക്ഷേ നിങ്ങളുടെ ജീവിതം തകർന്നൊരു ജീവിതമായിരിക്കാം. ആചാരങ്ങളിലൂടെയും കർമ്മങ്ങളിലൂടെയും ഒരുപക്ഷെ മറ്റുള്ളവർ പറയുന്ന ശാപം പിടിച്ച കുടുംബത്തിൻ്റെ അവസ്ഥകളാണ് നിങ്ങളുടെ കുടുംബമെന്ന് നിങ്ങൾ ചിന്തിച്ചാലും, ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളെ ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. ശപിക്കപ്പെട്ട കുടുംബമെന്ന് മുദ്ര കുത്തപ്പെട്ടൊരു കുടുംബമായിരുന്നു ഞങ്ങളുടെ കുടുംബം. പ്രത്യേകിച്ച് പാരമ്പര്യമായി വളരെ പേരും പ്രശസ്തിയുമൊക്കെയുള്ള ഒരു പുരാതന കുടുംബമായതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കുടുംബം ശപിക്കപ്പെട്ട കുടുംബമാണ്. ഞങ്ങളാരും രക്ഷപ്പെടത്തില്ല എന്നുള്ള ഒരു പറച്ചിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ നഷ്ടത്തിൽ നിന്ന്, ഞങ്ങളുടെ നാശത്തിൽ നിന്ന്, ഞങ്ങളുടെ ശാപത്തിൽ നിന്ന് ഞങ്ങളെ വീണ്ടെടുത്തൊരു യേശുക്രിസ്തുവുണ്ട്. അതെ, കാൽവറി ക്രൂശിൽ സകല ശാപവും പാപവും യേശുക്രിസ്തു വഹിച്ചു. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ടെന്നാണ് ബൈബിൾ പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ എത്ര വലിയ പ്രതിസന്ധിയാണ് നിങ്ങൾ നേരിടുന്നതെങ്കിലും ആ പ്രതിസന്ധിയിൽ നിന്ന് നിങ്ങളെ കരകയറ്റുവാൻ ദൈവത്തിന് കഴിയും. ആത്മഹത്യയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുവാൻ ദൈവത്തിന് കഴിയും. ഈ ശബ്ദം നിങ്ങൾ കേൾക്കുന്ന, ഈ സന്ദേശം നിങ്ങൾ കേൾക്കുന്ന സമയം തന്നെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് പറയാം, പല തവണകൾ ജീവിതം അവസാനിപ്പിക്കണമെന്ന് ചിന്തിച്ചതാണ് ഞങ്ങൾ. അന്ന് ഞങ്ങളുടെ ജീവിതം അവസാനിച്ചിരുന്നെങ്കിൽ ഒരു പത്രത്തിൻ്റെ കടലാസിൽ വാർത്തകൾ നിറഞ്ഞ് 2-3 ദിവസത്തിനുള്ളിൽ എല്ലാം അവസാനിക്കുമായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി അതല്ല. യേശു ഞങ്ങൾക്ക് ജീവിതം തിരിച്ചു തന്നു. യേശു ഞങ്ങൾക്ക് സമാധാനം നൽകി തന്നു. ഞങ്ങളുടെ ജീവിതത്തിനൊരർത്ഥം നൽകി തന്നു. അതുകൊണ്ട് ആ യേശുവിന് നിങ്ങളുടെ ജീവിതത്തിലും സമാധാനം നൽകി തരുവാൻ കഴിയും. സകല ശാപങ്ങളെയും നീക്കുവാൻ അവന് കഴിയും. ഒരിക്കലും മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ലെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന സാഹചര്യങ്ങളിൽ ആ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വഴികളെ ഒരുക്കും. ഞങ്ങളുടെയൊക്കെ ജീവിതം അതാണ് തെളിയിക്കുന്നത്. എൻ്റെ ബാല്യകാലങ്ങളിൽ ഞാൻ ഏറ്റവും അധികം ചോദിച്ചുകൊണ്ടിരുന്നൊരു ചോദ്യം, വൈ? എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങൾ വരുന്നത്? ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ അമ്മയുടെ സ്നേഹം എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൻ കടുത്ത മദ്യപാനത്തിലേക്ക് പോകുന്നു. ഭക്ഷണമില്ലാതിരുന്ന ദിവസങ്ങൾ, രാത്രികൾ, പട്ടിണി കിടന്ന ദിവസങ്ങൾ. എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ മാത്രം ഇത് സംഭവിച്ചത്? ഒരുപാട് തവണകൾ ഞാൻ ഈ ചോദ്യങ്ങൾ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങൾക്കൊന്നും എനിക്ക് ഉത്തരം കിട്ടിയില്ല. എന്നാൽ ഇന്ന് ആ ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരം എൻ്റെ കൈവശമുണ്ട്. കാരണം തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് ആ പ്രശ്നങ്ങളും ആ പ്രതിസന്ധികളും ജീവിതത്തിൽ വന്നതുകൊണ്ടാണ് ഞാൻ യേശുവിൻ്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞത്. യേശുവിനായി എൻ്റെ ജീവിതം സമർപ്പിക്കപ്പെട്ടത്. ഇന്ന് ഞാനും എൻ്റെ കുടുംബവും അനുഭവിക്കുന്ന സന്തോഷം ലോകത്തിൽ ഒരു മനുഷ്യനും തരുവാൻ കഴിയാത്ത സന്തോഷമാണ്. വാസ്തവമായ ദൈവികമായ സമാധാനം. പ്രിയപ്പെട്ടവരെ, വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ഒരിക്കൽ പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ലോകം തരുന്നത് പോലെയുള്ള സമാധാനമല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഞാൻ തരുന്ന സമാധാനം ലോകത്തിന് എടുക്കുവാൻ കഴിയത്തില്ല, ലോകത്തിന് തരുവാനും കഴിയുകയില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വലിയ ശാന്തിയും സമാധാനവും ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ, യേശുവിൽ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിന് നൽകി തരുവാൻ ആ ദൈവം വിശ്വസ്തനാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങൾ മനസ്സിലാക്കുക. ഒരുപക്ഷെ തലമുറകളെക്കുറിച്ച് ഓർത്ത്, നിങ്ങളുടെ മക്കളെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ വേദനപ്പെടുന്ന വ്യക്തിയായിരിക്കാം. ഒരുപാട് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. മക്കളെക്കുറിച്ചുള്ള വേദനകൾ, കുടുംബ തകർച്ചകൾ, ഈ തകർച്ചകൾക്കൊക്കെ പരിഹാരം ക്രിസ്തുവിലൂടെ ഉണ്ട്. അവൻ നിങ്ങളോട് സംസാരിക്കുന്ന ദൈവമാണ്.
തൻ്റെ ശബ്ദം നിങ്ങളെ അറിയിക്കുന്ന ദൈവമാണ്. തൻ്റെ ആലോചനകളിലൂടെ വഴി നടത്തുന്ന ദൈവമാണ്. അതുകൊണ്ട് എൻ്റെ ഈ സാക്ഷ്യം, എൻ്റെ ഈ ചെറിയ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു. അതെ, ഏത് സമയത്തും പ്രാർത്ഥനയ്ക്കായിട്ട് നിങ്ങൾക്ക് വിളിക്കാം. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. തുടർന്നും ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.